കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 25 വാക്യം. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബന്ധനസ്ഥലെ എടുത്തു കളയാം, നിഷ്കണ്ടകൻ്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരെ ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും. വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായി ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. ഈ തിരുവചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ യെശയ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ സ്തോത്രം ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 49 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൻ്റെ 2 ഭാഗത്തിലേക്ക് വരുമ്പോൾ, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കും. അപ്പോൾ നമ്മോട് പോരാടുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണ്ട? പോരാടണ്ട. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയെ ശക്തിയുള്ളവ തന്നെ. പലപ്പോഴും പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ മാനുഷികമായി പോരാടുന്ന മേഖലകൾ പലതുമുണ്ട്, അല്ലേ? എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ അങ്ങനെ പോരാടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പോരാടും. ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്ക് പോകുന്നതിൻ്റെ ആരംഭ സമയത്ത് തന്നെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ അനുഗ്രഹീതമായൊരു വാഗ്ദത്തമാണ്, നിങ്ങൾക്കെതിരെ യുദ്ധങ്ങൾ വരും, നിങ്ങൾക്കെതിരെ രാജ്യങ്ങളും രാജാക്കന്മാരും എഴുന്നേൽക്കും, ജാതികൾ നിങ്ങൾക്കെതിരെ തിരിയും. എന്നാൽ നിങ്ങൾ അതിനെ ചൊല്ലി ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ സ്തോത്രം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 25 വാക്യത്തിൻ്റെ 2 ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നൊരു ഭാഗമാണ്, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും. അപ്പം നമ്മളെ ഞെരുക്കുന്ന പല വ്യക്തികളുമുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മുടെ ആത്മീക മേഖലകൾക്കകത്തോ ഭൗതിക തലങ്ങൾക്കകത്തോ നമ്മളെ ഒതുക്കിക്കളയുവാൻ, നമ്മെ തകർത്തു കളയുവാൻ തക്കവണ്ണം പദ്ധതിയിട്ട് സ്തോത്രം നിൽക്കുന്ന പല മേഖലകളെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ബൈബിൾ പറയുന്നു, നമ്മളെ ആര് ഞെരുക്കുമോ അവരോട് ദൈവം കണക്ക് ചോദിക്കാതെ പോവുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. 26 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരപ്പെടുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവയായി ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ദൈവം ആരെന്ന് നമുക്കെതിരെ നിൽക്കുന്ന മാനുഷിക പൈശാചിക മണ്ഡലങ്ങൾ അറിയും. എങ്ങനെ? നമ്മുടെ ദൈവം നമ്മുടെ ആരാണ്? രക്ഷിതാവാണ്. നമ്മുടെ ദൈവം നമ്മുടെ ആരാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ രക്ഷിതാവായി നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഒന്നിനെയും കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഏത് പ്രയാസഘട്ടത്തിലും മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.